നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ അതിഥിയായി ചേരുന്നത് എഴുത്തിലും അധ്യാപനത്തിലും നന്മയുടെ പാഠപുസ്തകമായ ഒറ്റപ്പാലം പാലപ്പുറം ഏറന്നൂർ മനയിലെ EN നാരായണൻ മാഷാണ്. നാരായണൻ മാഷക്ക് പടവുകളിലേക്ക് സ്വാഗതം. മാഷേ നമസ്കാരം. നമസ്തേ. നമസ്കാരം. മാഷോടൊപ്പം നേരത്തെ നമ്മൾ ആമുഖമായി അക്ഷരദീപം മാസികയുടെ കവർ പേജിൽ കവർ സ്റ്റോറിയായി സാറിൻ്റെ ഒരു പടം വന്നത്. ആ പടത്തിലൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. എന്താ തോന്നുന്നു അങ്ങക്ക് അതിനെക്കുറിച്ച്? അക്ഷരദീപ മാസികയായിട്ട് എനിക്ക് 5-5.5 കൊല്ലം പരിചയമുണ്ട്. അപ്പം അതിൻ്റെ അന്നത്തെ എഡിറ്റർ വിജയൻ സാറായിരുന്നു. അപ്പോൾ വിജയൻ സാറായിട്ട് യാദൃശികമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം എൻ്റെ കവിതകളൊക്കെ കേട്ടു, വായിച്ചു, ആസ്വദിച്ചു. അതിനുശേഷം എൻ്റെ സൃഷ്ടികൾ അക്ഷരദീപക്കാർ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു നിർദ്ദേശം വെച്ചു. ഒരു പങ്ക്തി ചെയ്യാൻ പറ്റുമോ? കവിതാസ്വാദനം എന്ന പേരിലൊരു പങ്ക്തി ചെയ്താൽ തിരക്കേടില്ല. ഓരോ മാസവും ഓരോ കവിതയെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ്. അപ്പോൾ ഞാനത് സമ്മതിച്ചു. കാരണം കവിത എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ്, കവിത ആസ്വാദനവും ഇഷ്ടമാണ്, കവിത എഴുതാറുമുണ്ട്. ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ദൈവാധീനം കൊണ്ട് 4.5 കൊല്ലത്തോളം യാതൊരു മുടക്കവും കൂടാതെ പതിവായിട്ട് ആ പങ്ക്തി ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും സാറിൻ്റെ ഒരു ജീവിതക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സർവ്വ ശിഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു മനുഷ്യനാണ്, ഒരു നന്മയുള്ള മനുഷ്യനാണ് അങ്ങ് എന്ന് പല കുട്ടികളും എന്നോട് പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ താങ്കളുടെ അധ്യാപന ജീവിതത്തിൽ? അധ്യാപന ജീവിതം വളരെയധികം സംതൃപ്തികരമാണ്. ആദ്യം കോങ്ങാട് KPRP ഹൈസ്കൂളിലാണ് ഞാൻ ഒരു 6 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ എൻ്റെ ഭാര്യയും എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PSC നിയമനം ലഭിച്ചത്. PSC നിയമനം ലഭിച്ചിട്ട് ആദ്യം പാലക്കാട് എലപ്പുള്ളി ഹൈസ്കൂളിലാണ് നിയമനം കിട്ടിയത്. ഭാര്യയ്ക്കും അതേ ഒരു നിമിത്തം പോലെ ഭാര്യയ്ക്കും അതേസമയം PSC നിയമനം കിട്ടി. ശാന്ത ടീച്ചർ. അത് മലപ്പുറം ജില്ലയിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ ആദവനാട് എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഭാര്യ ആദ്യം റിലീവ് ചെയ്തു. ആ ആഴ്ച തന്നെ ഞാനും റിലീവ് ചെയ്തു. പിന്നെ ആദവനാട്ടേക്ക് ദിവസവും ഇവിടുന്ന് പോയി വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയാക്കി ആദവനാട്ട് താമസിക്കാൻ തീർച്ചയാക്കി. അവിടെ ഒരു പഴയൊരു വാര്യം ഉണ്ട്. ആ വാര്യത്തിൻ്റെ ഒരു ഉപയോഗിക്കാത്ത ഒരു പത്തായപ്പുരയുണ്ട്. ആ പത്തായപ്പുരയുടെ മുകളിൽ ഞങ്ങളൊരു 4 വർഷത്തോളം താമസിച്ചു. വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വികസനമൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇലക്ട്രിസിറ്റി ഉള്ള സമയം തന്നെ വളരെ കുറവാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കണം ലൈറ്റ് കത്തുന്നുണ്ടോ എന്നുള്ളത്. അത്രയും വോൾട്ടേജ് ക്ഷാമമുള്ള സ്ഥലമാണ്. ഏതായാലും അതിനൊക്കെ അതിജീവിച്ചിട്ട് വളരെ സന്തോഷത്തോട് കൂട്ടിയിട്ട് ഞങ്ങളവിടെ താമസിച്ചു. ആ സമയത്ത് ഞാൻ നടുവട്ടം ഹൈസ്കൂളിൽ ജനതാ ഹൈസ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കൊപ്പം ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു. അവിടെ ഒരു 5-8 കൊല്ലം അവിടെയും വർക്ക് ചെയ്തു. അതിനുശേഷമാണ് പത്തിരിപ്പാലയ്ക്ക് വരുന്നത്. പത്തിരിപ്പാല ഏതാണ്ട് 12 വർഷത്തോളം വർക്ക് ചെയ്തു. അതെ, പത്തിരിപ്പാലയിൽ നിന്നാണ് സത്യത്തിൽ അങ്ങയുടെ ഒരു സാഹിത്യ സബരിയ തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞ സാർ അത് ശരിയാണ്. അത് വളരെയധികം ശരിയാണ്. കാരണം കുട്ടിക്കാലത്ത് ഞാൻ കവിത വായിക്കുന്ന പ്രകൃതം ഇല്ല എനിക്ക്.
ശാസ്ത്ര വിഷയങ്ങളാണ് പഠിച്ചത്, സയൻസ് ആയിരുന്നു. അതെ, ഞാൻ പല സാഹിത്യകാരന്മാരും സയൻസ് എടുത്ത് പഠിച്ചവരാ. അതെ, മിക്ക സാഹിത്യകാരന്മാരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പെടും തോന്നുന്നു. അതെ അതെ. ഞാൻ BSc കെമിസ്ട്രി കോളേജിൽ പഠിച്ചു. കെമിസ്ട്രി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാർഗം കെമിസ്ട്രി അല്ലാന്ന് എനിക്ക് തിരിച്ചറിയുന്നത്. ഇതല്ല ഞാൻ നടന്നു പോകേണ്ട. അപ്പോഴേക്കും എൻ്റെ സഹോദരിയുടെ, ഞങ്ങൾ ഓപ്പോൾ എന്ന് പറയും, ഓപ്പോളുടെ വിവാഹം കഴിഞ്ഞു. ഓപ്പോളെ വിവാഹം കഴിച്ചത് പ്രശസ്ത സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ കൂമുള്ളി ശിവരാമൻ, പ്രൊഫസർ കൂമുള്ളി ശിവരാമൻ സാർ. അദ്ദേഹമാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം ഉണ്ടായപ്പോൾ അദ്ദേഹം, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം വെറുതെ ഇരിക്കുകയായിരുന്നു. എന്നെ ഉണ്ണിയെന്ന് വിളിക്കുക. ഉണ്ണിക്കെന്നാൽ MA മലയാളത്തിന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. പക്ഷേ എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കാരണം എനിക്ക് അടിത്തറയിൽ ഞാൻ BSc കെമിസ്ട്രി രസതന്ത്രത്തിൽ നിന്നും മലയാളത്തിലേക്കുള്ള പരിവർത്തനം പ്രൊഫസർ കൂമുള്ളി ശിവരാമൻ സാറിൽ നിന്നാണ് അളിയനാണ് അതിന് ഒരു നിദാനം. അതെ, മാർഗദർശി തീർച്ചയായിട്ടും. അതെ, പ്രൊഫസർ കൂമുള്ളി ശിവരാമൻ സാറാണ് എന്ന് പറയാം. എന്നിട്ട് ഞാൻ MA മലയാളത്തിന് ചേർന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയുണ്ടായിരുന്നു. പുസ്തകങ്ങളായിട്ട്. മലയാളം എവിടെയായിരുന്നു? പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലായിരുന്നു, സംസ്കൃത കോളേജ്, നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. അപ്പോൾ എല്ലാ തരത്തിലും എനിക്ക് പ്രോത്സാഹനം തന്നത്, ഇല്ലെങ്കിൽ എന്താ പറയുക, പിന്തുണ തന്നത് അളിയൻ തന്നെയാണ്. എന്നിട്ട് അങ്ങനെ ചേരുമ്പോൾ ഒരു തമാശ എന്താ വിചാരിച്ചാൽ, ഞങ്ങളുടെ അച്ഛനത് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. എന്താ ഇപ്പോൾ ഈ മലയാളമൊക്കെ പഠിച്ചിട്ട് കാര്യം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടൊരു വ്യവസ്ഥ വെച്ചു. ശരി, മലയാളത്തിന് പോയിക്കോ, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഫസ്റ്റ് ക്ലാസ് മേടിക്കണം എന്നാണ്. അച്ഛൻ്റെ വ്യവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം മലയാളത്തിൽ ഫസ്റ്റ് ക്ലാസ് മാത്രമല്ല, അതിലപ്പുറം നേടിയിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് വേണം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ സമ്മതിച്ചു. പ്രൊഫസർ ആറ്റൂരൊക്കെ ആ സമയത്തുണ്ടോ? ആറ്റൂരില്ല, ആറ്റൂർ അവിടെ ഇല്ല. ദേശമംഗലം രാമകൃഷ്ണൻ അവിടെ അദ്ദേഹം എൻ്റെ വാട്സാപ്പ് സുഹൃത്തുമാണ് കേട്ടോ. അതെ അതെ, തിരുവനന്തപുരത്താണല്ലോ. അതെ 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 അതെ. ONV ഇടക്കാലത്ത് അവിടെ ONV ഇല്ല. പിന്നെ സാറാ ജോസഫ് ഞങ്ങളുടെ ടീച്ചറാണ്, ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ആദ്യം എനിക്കൊക്കെ ഒരു ചെറിയൊരു അപകർഷതാബോധം, അതുപോലെ തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സഹപാഠികളൊക്കെ BA മലയാളം കഴിഞ്ഞിട്ട് നേരിട്ട് വന്ന ആളുകളാണ്. അവരുടെ ആ ഒരു അടിത്തറ എനിക്കില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ദിവസവും കോളേജിൽ പോകില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ പോവും. കുറേ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരും. അതിലൂടെ സെൽഫ് സ്റ്റഡി എന്ന് വെച്ചാൽ പറയാം, നോട്ടുകളൊക്കെ തയ്യാറാക്കും. അതിൽ പ്രീവിയസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് 1 മാർക്ക് കുറവ്. അപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി, എന്തായാലും ഫസ്റ്റ് ക്ലാസ് മേടിക്കും എന്നുള്ളൊരു ശ്രമം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഭക്തി ഉള്ള കൂട്ടത്തിലാണ്. മൂകാംബിക ദേവിയോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് MAക്ക് മലയാളം ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മൂകാംബിക ദർശനം നടത്താം. ഭക്തി ജീവിതമാണ്. അതെ അതെ, അത് തുടരുന്നുണ്ട്. ഉണ്ട്. മൂകാംബിക സ്തുതി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് 10-25 കുട്ടികളുടെ ക്ലാസ്സിൽ 4 കുട്ടികൾക്കേ ഫസ്റ്റ് ക്ലാസ് ഉള്ളൂ. അതിലൊരു ആൾ ഞാനായിരുന്നു. മറ്റു കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളം മെയിൻ എടുത്ത് വന്ന ആ കുട്ടികളാണ്. രസതന്ത്രം പഠിച്ചിട്ട് അതിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തി. വലിയ ഒരു ശ്രമം തന്നെയാണത്. അപ്പോൾ അങ്ങയുടെ ഈ കോവിഡ് കാലത്ത് അങ്ങയെ പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് സാഹിത്യരചനകൾ എന്ന് അടിവരായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ഈ ഒരു കോവിഡ് കാലം തന്നിലെ ഏകാന്തതയിലൂടെ കടന്നുപോയപ്പോൾ തനിക്കുണ്ടായ മാനസിക കാഴ്ചപ്പാടുകൾ, എഴുത്തു ജീവിതം ഒരു വലിയ പ്രക്രിയയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. സജീവത പുലർത്തി എന്നാണ് പറയുന്നത്. സജീവനായിരുന്നു. പക്ഷേ കോവിഡ് സാഹിത്യരചനയ്ക്ക് എനിക്ക് പ്രചോദനം തന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ എഴുതിയിരുന്നു. കുറച്ചുകൂടി കാഴ്ച. കാരണം 2 വർഷം എങ്ങോട്ടും പോകാൻ പറ്റിയില്ല, വീടടച്ചിരിക്കാണ്ടല്ലോ. അപ്പോൾ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ആ കാര്യം ശരിയാണ്. പക്ഷേ കോവിഡ് കുറച്ച് പ്രതികൂലമായിട്ടും ബാധിക്കുണ്ടായി. കാരണം ഒരുപാട് ഫംഗ്ഷൻ ഞാൻ പോവാറുണ്ടായിരുന്നു. നിരവധി സാഹിത്യ അരങ്ങുകളിൽ സാന്നിധ്യമായിരുന്നു. കവിയരങ്ങ്, പിന്നെ അതുപോലെ തന്നെ പല ചടങ്ങുകൾ, ഉദ്ഘാടനം, അങ്ങനെ പല ചടങ്ങുകൾക്ക് പോകും. ധാരാളം ഉദ്ഘാടനങ്ങൾ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തി. പക്ഷേ അതോട് കൂടിയിട്ട് ഒരു വീട്ടിലിരുന്ന സമയത്ത് കുറച്ചൊരു മാനസികമായിട്ട് ഒരു പ്രശ്നം, അകൽച്ച തോന്നി.
അപ്പം അങ്ങയുടെ ഇപ്പോൾ ഈ അക്ഷരദീപത്തിലെ മഴത്തുള്ളികൾ എന്ന് പറയുന്ന കവിത ഉണ്ട്. മാനത്തിൻ കണ്ണീരായി അടർന്നു വീണിടുന്നു, ദീനരായി കേണിയിടുന്നു മഴത്തുള്ളികളെന്നും, നിഷ്കാസിതരായല്ലോ മാതാവിൻ ഉദരത്തിൽ, നിന്നെത്ര പെട്ടെന്നയ്യോ ദുർവിധി എന്നല്ലാതെ എന്തു പറഞ്ഞിടുന്നു, കാർമുകില മാതാവ് നൊന്തു പ്രസവിച്ചിട്ടും ഭ്രഷ്ടരായല്ലോ ഞങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു കവിത. ഇത്തരം കവിതകൾ അങ്ങ് ഈ പ്രകൃതിയുമായി എല്ലാ സാഹിത്യകാരന്മാരും അത്തരത്തിലാണ്. പ്രകൃതിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സാഹിത്യകാരന്മാർ. ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്നതിൽ കൂടി അതിലുപരിയായിട്ട് മനുഷ്യ മനസ്സിലേക്കാണ് ഞാൻ നോക്കാറുള്ളത്. അതെ അതെ അതെ, പ്രകൃതിയും മനുഷ്യനും മനുഷ്യ മനസ്സിൽ നിന്നാണ് എനിക്ക് കവിതാ വിഷയങ്ങൾ കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഫ്രെയിമാണ് അല്ലേ, മെറ്റഫറാണ്. അതെ അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങയുടെ ഒരു ഭാഷ്യം. അതെ 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 അതെ, വളരെ ശരിയാണത്. പല സാഹിത്യകാരന്മാരും മനുഷ്യനെ ആത്യന്തികമായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് ആ ഒരു രീതിയാണ് അങ്ങയുടെ രചന മുഴുവൻ. ചെരാതിലെ തിരി എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം, ധാരാളം കവിതാ പുസ്തകങ്ങൾ, കവിതാ സമാഹാരങ്ങളുണ്ട്. ചെരാതിലെ തിരി എന്ന് പറയുന്ന കവിത, അതിനൊരു മൂല കാരണം എന്താണ്? അത് പറയുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് ഭാര്യ ചെരാതിൽ വിളക്ക് വെച്ചിട്ട് ശാന്ത ടീച്ചർ എൻ്റെ ഭാര്യ ശാന്ത ടീച്ചർ. അപ്പോൾ സന്ധ്യാസമയത്ത് ചെരാതിൽ കൊളുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കുന്ന ഒരു രംഗമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്ധ്യാനാമങ്ങൾ, സന്ധ്യാകീർത്തനങ്ങൾ, അതെ അതെ, ഒരാശയം. ഈ ചെരാതിലെ തിരി എന്ന് പറഞ്ഞാൽ ഞാനും ചെരാതിലെ തിരി തന്നെയാണ്. തീർച്ചയായും. അതെ, സകല മനുഷ്യരും. അതെ, കുറേ കഴിയുമ്പോൾ എണ്ണ വറ്റും, അപ്പോൾ പടുതിരി കത്താൻ തുടങ്ങും. ജീവിതത്തിലെ ഒരു ഖണ്ഡികയാണ്. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അങ്ങനെ ഒരു പ്രചോദനം കിട്ടിയ ഒരു വേളയിൽ എഴുതിയതാണ്. അതിലെ കവിതകൾ അങ്ങയെ സ്വാധീനിക്കപ്പെട്ട കവിത അതിൽ ഈ ചെരാതിലെ തിരി ഉണ്ട്. മറ്റൊന്ന് പിന്നൊന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ പത്തിരിപ്പാല ഹൈസ്കൂളിലേക്ക് ടീച്ചിങ് ഇതായിട്ട് വന്നു. എനിക്ക് കിട്ടിയ ക്ലാസ് റൂം ആരും ശ്രദ്ധിക്കാത്തൊരു ക്ലാസ് റൂമായിരുന്നു. ആരും എല്ലാ ടീച്ചേഴ്സും അവിടുന്ന് ഒഴിയും. അപ്പോൾ ടൈം ടേബിൾ കിട്ടിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, മാഷേ നമുക്ക് ടൈം ടേബിൾ മാറ്റാം, എൻ്റെ ക്ലാസ്സിലേക്ക് മാഷ് പോയിക്കോളൂ, മാഷിൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകത ഒന്നുമില്ല, കാരണം അദ്ദേഹം പറയുകയാണെന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മറ്റേ ക്ലാസ്സിലാണ്. അപ്പം ഞാൻ ശരി, എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ വികാരാധീനനായി. വളരെ അച്ചടക്കമുള്ള കുട്ടികൾ, എൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന കുട്ടികൾ. അപ്പം ഞാനത് സ്വീകരിച്ചു. എന്നിട്ട് ഒരു 2 ആഴ്ചത്തെ അധ്യാപനം കഴിഞ്ഞപ്പോൾ ഞാൻ വികാരാധീനനായി. അതെ 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 അതെ, കാരണം അത്രയും റെസ്പെക്റ്റ് ഉള്ള കുട്ടികൾ, അത്രയും പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികൾ, വിനയം, അതെ, എല്ലാവരും. അതെ. അതിൽ നിന്നിപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി, ഫാത്തിമത്ത് ഷിഫാന. അങ്ങനെ കാണാൻ എപ്പോഴും വരുന്നുണ്ട്. വരും. ഫാത്തിമത്ത് ഷിഫാനയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. അതെ അതെ അതെ. ആ കുട്ടിയുടെ പഠനത്തിന് ശേഷം ബിരുദം കഴിഞ്ഞതിന് ശേഷം അങ്ങയെ കാണാൻ വരിക, ടീച്ചറെ കാണാൻ വരിക. അതെ, അങ്ങന്റെ മാർഗദർശിയാണെന്നൊക്കെ പറയാം. അവളും ബാപ്പയും കൂടി വരാറുണ്ട്. അതെ, ബാപ്പ. നോക്കൂ പ്രേക്ഷകരെ, ഒരു അധ്യാപകൻ നിലയ്ക്ക് കിട്ടാവുന്നതിൽ വലിയ ഒരു നിധിയാണ് ഈ ഫാത്തിമത്ത് ഷിഫാന എന്ന് പറയുന്ന കുട്ടികളെ പോലുള്ളവർ. അധ്യാപന ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് ശ്രീ ഏറന്നൂർ മന നാരായണൻ നമ്പൂതിരി മാഷിനെ ഫാത്തിമത്ത് ഷിഫാന എന്ന് പറയുന്ന ഒരു ശിഷ്യയിലൂടെ കിട്ടിയത്. അങ്ങനെ ധാരാളം അധ്യാപകരുടെ വിശാലമായ കാഴ്ചപ്പാടുകളാണ് സമ്പന്നമാവുന്നത്, വിദ്യാഭ്യാസ രംഗം സമ്പന്നമാവുന്നത്. ഇവിടെ അങ്ങ് ചിനക്കത്തൂരമ്മയുടെ ഒരു ഭക്തനാണ്. അതെ അതെ. ചിനക്കത്തൂരമ്മയെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് അങ്ങ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വൈകുന്നേരം എൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ കീർത്തനാലാപനം. അമ്പലത്തിൽ അമ്പലത്തിൽ എൻ്റെ അച്ഛൻ അവിടുത്തെ ട്രസ്റ്റി ആയിരുന്നു. അപ്പം അദ്ദേഹം 2 വർഷം മുമ്പേ മരിച്ചു. വേണമെങ്കിൽ എനിക്ക് ഏറ്റെടുക്കാമായിരുന്നു.
പക്ഷെ എനിക്കതിന് വേണ്ടി താല്പര്യമില്ലാത്തതുകൊണ്ട് അതെ സഹോദരൻ ഏറ്റെടുത്തു. സഹോദരൻ ഏറ്റെടുത്തില്ല. ഇപ്പം അത് ട്രസ്റ്റി ബോർഡ് എന്താ പറയുക. പക്ഷേ ചെനക്കത്തൂരമ്മൻ്റെ ഉപാസനാമൂർത്തിയാണ്. വൈകുന്നേരം 1 മണിക്കൂറുകളോളം എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ എനിക്ക് പറ്റാവുന്നത് പോലെ ഏകാന്തതയിൽ ആലപിക്കും. ഈ പഠന സമയങ്ങളിലൊക്കെ ഈ അക്ഷരശ്ലോക സദസ്സുകളിൽ പങ്കെടുത്തിരുന്നു. അക്ഷരശ്ലോക സദസ്സ് അതെൻ്റെ രംഗത്തല്ലായിരുന്നു. അല്ല ഇല്ലത്തുണ്ടായിരുന്നോ അങ്ങനെ നമ്മുടെ? ഇല്ല അവിടെ ഉണ്ടായിരുന്നു. ഇല്ലത്ത് അങ്ങനെ സാഹിത്യത്തിന് തൽപരരായിട്ടുള്ള ആളും ഉണ്ടായിരുന്നു. വലിയ ഒരു ഞാൻ അങ്ങയുടെ ഈ കവിതകൾ എഴുതുന്ന കൂട്ടത്തിൽ അത് ചൊല്ലാറുണ്ടോ? ഏത് കവിതകൾ ആലപിക്കാറുണ്ട്. ഒരു കവിത നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലിയാലോ? മാനത്തിൻ കണ്ണീരായി അടർന്നു വീണിടുന്നു, ദീനരായി കേണിടുന്നു മഴത്തുള്ളികളിന്നും. നിഷ്കാസിതരായല്ലോ മാതാവിനുദരത്തിൽ നിന്നെത്ര പെട്ടെന്നയ്യോ ദുർവിധി എന്നല്ലാതെ എന്തു പറഞ്ഞിടുന്നു. കാർമുകിലാം മാതാവു നൊന്തു പ്രസവിച്ചിട്ടും ഭ്രഷ്ടരായല്ലോ ഞങ്ങൾ. കവിത സഹയാത്രികയോട്. ഏകനായി യാത്ര ചെയ്തു ഏറെ ദൂരവും താണ്ടി ശോകമൂകനായി കാത്തു സഖീ നിന്നാഗമനം. പൊള്ളുന്ന മരുഭൂമി പാദരക്ഷയില്ലാതെ ഉള്ളത്തിൽ വിങ്ങലോടെ നടന്നു നീങ്ങി ഞാനും. ഏറെ നാൾ നടന്നപ്പോൾ എന്നുടെ പന്ഥാവിൽ നീ ഏതോ കിനാവു പോലെ കുളിർതെന്നലായെത്തി. വലിയ സന്തോഷമായി. അങ്ങനെ സ്വാധീനിച്ച മഹത് വ്യക്തികൾ ആരൊക്കെയാണ്? എന്നെ സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വിവേകാനന്ദ സാഹിത്യം, ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. ഇപ്പോൾ വിവേകാനന്ദൻ്റെ ജീവചരിത്രം അതുപോലെ തന്നെ പല കൃതികളൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന സമയത്ത് എന്നിൽ ആത്മവിശ്വാസം പകർന്നു തന്നത് സ്വാമിജി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ. ഓ, വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗമൊക്കെ അങ്ങ് ധാരാളം വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടി കവിതയാണ്. അങ്ങ് എഴുതിയതാണ്? ഞാൻ എഴുതിയതാണ്. രണ്ടുപേരും ചൊല്ലാം. ഈ പ്രബുദ്ധ കേരളം മാസികയിൽ വന്നതാണ്. അദ്ദേഹം വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് എഴുതിയൊരു കവിത. ആചാര്യ സന്നിധിയിൽ എന്നാണ് കവിതയുടെ പേര്. എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു കുഞ്ഞേ, പുത്രതുല്യനായിടും നിന്നുടെ ആഗമനം. ലൗകിക സുഖം തേടും മാനുഷരല്ലോ ചുറ്റും, ഐഹികമായ കാഴ്ച കണ്ടു ഭ്രമിക്കുന്നവർ. അർത്ഥമില്ലാത്ത വാദപ്രതിവാദങ്ങൾ കേൾപ്പൂ, അർത്ഥസമ്പാദനത്തിൽ ആസക്തരായോരല്ലോ. എന്തുകൊണ്ടിത്ര വൈകി പറഞ്ഞിടുക കുഞ്ഞെ, എന്നുടെ മുന്നിലെത്താൻ അക്ഷമനാണല്ലോ ഞാൻ. എന്നുടെ മുന്നിലെത്താൻ അക്ഷമനാണല്ലോ ഞാൻ. വലിയ സന്തോഷം സാർ, വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ എനിക്ക് ഒരു ക്ലാസ് എല്ലാവരും ഉപേക്ഷിച്ചൊരു ക്ലാസ്. അതെ. അവിടെ മലയാളമായിട്ട് പോയിട്ട്
ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ കുട്ടികളായിട്ട് അത്രയും മൈത്രി സമ്പാദിക്കാൻ പറ്റി. അത് ഈ ആ കുട്ടികളുടെ ക്ലാസ്സിൽ അവതരിപ്പിച്ച കവിതയാണ്, തീർച്ചയായും ആ ക്ലാസ്സിൽ അവതരിപ്പിച്ച കവിതയാണ് അവരെ പറ്റിയിട്ടുള്ളത്. തീർച്ചയായും അത് പിന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇതവിടെ ഈ പ്രബുദ്ധ കേരളത്തിന് അയച്ചു കൊടുത്തപ്പോൾ അവർ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് വളരെ നന്നായി ചെയ്തു. അത് പ്രസിദ്ധീകരിച്ചു. ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു, അങ്ങ് പിന്നെ മഹാകവി പൂന്താനം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ഭക്തൻ, ഗുരുവായൂരപ്പ ഭക്തൻ, പൂന്താനത്തിൻ്റെ കൃതികളെക്കുറിച്ച് വലിയ ജ്ഞാനപ്പാന ആത്യന്തികമായി പറയാം, വലിയ ഒരു നിരീക്ഷണം, പഠന ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട് അങ്ങയുടെ. നോക്കൂ, അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിലൊരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകില്ല ആശ്ചര്യമെന്നതും എന്ന് തുടങ്ങുന്ന പൂന്താനത്തിൻ്റെ കൃതികൾ, ഇതേപോലെയുള്ള അതിലെ നിരവധിയായ ശ്ലോകങ്ങൾ അങ്ങ് വളരെ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഒരു പുസ്തകം തന്നെ ഉണ്ട് അങ്ങയുടെ, ജ്ഞാനപ്പാനയുടെ വർത്തമാനകാല വായന. ജ്ഞാനപ്പാന ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ വളരെ പ്രസക്തമായ വരികളാണ് പൂന്താനം വളരെ മുന്നേ എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ അങ്ങയുടെ അഭിപ്രായം? വളരെയധികം കാലിക പ്രസക്തിയുള്ള കവിതയാണ് ജ്ഞാനപ്പാന. ലളിതമായ മലയാളത്തിൽ ഗഹനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന കുട്ടിക്കാലം മുതൽക്ക് തന്നെ വീട്ടുകാരൊക്കെ ചൊല്ലിയിട്ട് ഞാനത് കേൾക്കാറുണ്ട്. അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും, ഉണ്ണികൃഷ്ണൻ മനസ്സിലുണ്ടാകുമ്പോൾ ഉണ്ണികൾ വേണമോ മറ്റു മക്കള എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലാറുണ്ട്. അതെ, ജ്ഞാനപ്പാന. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ ജ്ഞാനപ്പാന എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള കൃതിയാണ്. പിന്നീട് MA ചേർന്നപ്പോൾ അതൊരു പാഠപുസ്തകമായിട്ട് യാദൃശ്ചികം ഞാനത് വളരെയധികം ആദരവോട് കൂടിയിട്ട് ആസ്വാദനത്തോടു കൂടിയിട്ട് സ്വായത്തമാക്കിയിട്ടുള്ള കൃതി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആനുകാലിക സംഭവങ്ങളെ വിശകലനം ചെയ്യണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എഴുതിയ കൃതിയാണ് ജ്ഞാനപ്പാനയുടെ വർത്തമാനകാല വായന. അത് പ്രസിദ്ധീകരിച്ചു. ആദ്യം കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ കോപ്പികളൊക്കെ ചിലവായി. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാഹിത്യകൃതിയാണ് ജ്ഞാനപ്പാന. അങ്ങയുടെ കൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മാഷേ ശ്ലതകാകളി വൃത്തത്തിൽ 2-ാം വാദ്യത്തിൽ മധ്യത്തിൽ ഇത് മധ്യത്തിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ വൃത്തം ഉണ്ടല്ലോ, വൃത്തമഞ്ജരികളും വൃത്തങ്ങളും കാകളി വൃത്തങ്ങളും ഒക്കെ ഉപമ ഉൽപ്രേഷ എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്നും സാറ് മാറിയിട്ട് അതിലേക്ക് എത്തുകയാണ്. ഇതിന്ന് ഇപ്പോൾ H2O വാട്ടർ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, സിട്രിക് ആസിഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ രസാന്തരം. ഈ രസാന്തരത്തിൽ നിന്നും സാറ് പിന്നീട് എത്തുന്നത് ഈ വ്യാകരണ മേഖലയിലേക്കും മലയാളത്തിലേക്കാണ്. അതെങ്ങനെയാണ് സാറേ ഇത്ര പെട്ടെന്ന്? അതാ നമ്മുടെ പ്രൊഫസർ കൂമുള്ളിയുടെ അതേ സംശയമൊന്നുമില്ല, പ്രേരണ തന്നെയാണ്. തുടക്കത്തിൽ MA മലയാളത്തിന് ചേരാൻ എന്നെ പ്രേരിപ്പിച്ച കൂമുള്ളി ശിവരാമൻ എൻ്റെ അളിയൻ. അപ്പോൾ തുടക്കത്തിൽ എനിക്കൊരു കാലിടറലൊക്കെ ഉണ്ടായിരുന്നു. അതെ, കാരണം എൻ്റെ സഹപാഠികളായിട്ട് വന്നിരുന്ന ആളുകളൊക്കെ BA മലയാളം കഴിഞ്ഞ അങ്ങനെ ഒരു ശക്തമായ അടിത്തറയിൽ വന്ന ആളുകളാണ്, മലയാളത്തിൻ്റെ ബേസ് ഉള്ളവരാണ്. അതെ. അപ്പോൾ ഞാൻ കുറച്ചൊരു അപകർഷതാബോധം ഒക്കെ ഉണ്ടായിരുന്നു, അവരോട് മിങ്കിൾ ചെയ്യാൻ കുറച്ചൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായി. ഫസ്റ്റ് ക്ലാസ്സിന് ഒരു മാർക്ക് കുറവെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതെ. അതിനുശേഷം കൂടുതൽ ഉത്സാഹത്തോടു കൂടിയിട്ട് പഠിച്ചു. ഒരു പരന്ന വായനയാണ് പിന്നീട് നല്ല പരന്ന വായനയാണ് ഉണ്ടായിട്ടുള്ളത്. ലൈബ്രറിയെ നന്നായിട്ട് ഉപയോഗിച്ചു. സംസ്കൃത കോളേജിലെ ലൈബ്രറി നന്നായിട്ട് ഞാൻ ഉപയോഗിച്ചു. എന്നിട്ട് പുസ്തകം എടുത്തിട്ട് ഇവിടെ വരും, ക്ലാസ്സിലിരിക്കാന്നുള്ളത് ഇല്ലത്തിരുന്നിട്ടാണ് വായിക്കുക ചെയ്യുക. ഒരു തമാശ എന്താ വിചാരിച്ചാൽ, ഞാൻ അത്ര നല്ല വിദ്യാർത്ഥി ആയിരുന്നില്ല പഠിക്കുന്ന കാലത്ത്. പ്രത്യേകിച്ചും ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ഉഴപ്പൻ ഒരു സമ്പ്രദായമായിരുന്നു. പല മിടുക്കന്മാരായ ആളുകൾ പ്രീ ഡിഗ്രിക്കൊക്കെ തോൽവിയിൽ റെക്കോർഡൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു. അതിന് ഒരു എന്താ പറയുക, ഉപരിപഠനം പറ്റുമെന്നൊരു സാധ്യത കൂടി അന്ന് എനിക്ക്. ഇപ്പം നമ്മളെ പ്രേക്ഷകർ കണ്ടോളൂ, ഉപരിപഠന സാധ്യതകൾ അസ്തമിച്ചിടത്തുനിന്നാണ് അദ്ദേഹം തുടങ്ങിയത്. +2 പ്രീ ഡിഗ്രിയാണ്
പ്രീ ഡിഗ്രിക്ക് പലതവണ അദ്ദേഹത്തിൻ്റെ പഠനം മുടങ്ങി. പിന്നീട് ഒരു വാശിയോടുകൂടിയ ഇല്ലത്തിരുന്നുള്ള പഠനമാണ് അദ്ദേഹത്തെ ഒരു ബിരുദാനന്തര ബിരുദ നേടി, അതുപോലെ അധ്യാപന യോഗ്യത നേടി, അധ്യാപകനായി, ദീർഘകാലം അധ്യാപകനായി. അങ്ങയുടെ രസതന്ത്രം എന്ന് പറയുന്നൊരു കവിത ഉണ്ട്. ആ രസതന്ത്രം ഇപ്പോൾ അങ്ങ് BSc കെമിസ്ട്രിക്കാരനായതുകൊണ്ടാകും ഒരു പക്ഷേ. അതെ, തീർച്ചയായിട്ടും എഴുതിയതാണ്. ഞാനൊരു ഇലക്ട്രോൺ, വെറും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, ന്യൂക്ലിയസിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവൻ, ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രം കൈമുതൽ, അതുകൊണ്ടു തന്നെ നെഗറ്റീവ് ചാർജൻ. അങ്ങ് തന്നെ പറയുന്നുണ്ട് ഞാനൊരു നെഗറ്റീവാണ് എന്ന് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു പൊരുൾ? അതായത് നമ്മുടെ ഇന്നത്തെ സമൂഹവുമായിട്ട് ഒത്തുചേരാൻ പറ്റാത്തൊരു സാഹചര്യം, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തോൽവിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു അപകർഷതാബോധം, അന്തർമുഖത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അധ്യാപകനായിട്ട് ജോലിക്ക് ചേർന്നെങ്കിലും ശരി, എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ രംഗത്ത് ഞാൻ വിജയിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസക്കുറവ് തന്നെ കാരണം. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ സാധ്യതകൾ ഉൾക്കൊള്ളാൻ സാധിച്ചു. അതിൽ നിന്നും ആത്മവിശ്വാസത്തോടു കൂടി ഉയർന്നു വന്നു. ഏറ്റവും മികച്ചൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എത്താൻ എനിക്ക് സാധിച്ചു, പ്രത്യേകിച്ചും പത്തിരിപ്പാല എത്തിയപ്പോൾ. അതിനുശേഷം കുട്ടികളുമായിട്ടുള്ള ഒരേ സമയം സൗഹൃദമുണ്ട്. അവർ പലപ്പോഴും എന്നെ കാണാനായിട്ട് സ്റ്റാഫ് റൂമിൽ വരും. ഇതിൽ മറ്റു ചില സാറുമാരെ കുറ്റപ്പെടുത്തും, ഇതെന്താ ഈ സാറുടെ ചുറ്റും ഒരു 10-12 കുട്ടികളാണല്ലോ എപ്പോഴും ഉള്ളത്, അവരുടെ ഒന്നും അടുത്തില്ല കേട്ടോ. ഞാനത് ആസ്വദിക്കാറുണ്ട്. അത് കുട്ടികളെ മിങ്കിൾ ചെയ്യുന്ന ഒരാളായിരുന്നു, കുട്ടികളുടെ ഇടയിൽ അധ്യാപകനായിരുന്നു. അതെ, സത്യത്തിൽ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന പോലെ, കുഞ്ഞുണ്ണി മാഷ് ചെറുതാണ്, പക്ഷെ എന്നിരുന്നാലും മാഷ് ഹയർ സ്റ്റഡീസ് നടത്തുന്ന ആളുകളാണ്. അവിടെ നല്ലൊരു സമ്പർക്കം, നല്ല സമ്പർക്കം. അതെ, ഇപ്പോൾ കുട്ടികൾ സ്റ്റാഫ് റൂമിൽ വന്നാൽ അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ പറയും. തീർച്ചയായും അവർക്കൊരു മെന്ററായിരുന്നു. അതെ അതെ, മെന്ററായിരുന്നു. അപ്പം അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയാണ് സാറിൻ്റെ ഒരു പ്രഭാവലയം സൃഷ്ടിക്കാറ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രഭാവലയം സൃഷ്ടിക്കുന്ന ഒരു അധ്യാപകനാണ് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി ഏറന്നൂർ മന നാരായണൻ നമ്പൂതിരി മാഷ്. നമ്പൂതിരി മാഷുടെ പത്നി ശാന്ത ടീച്ചറും അത്തരത്തിലുള്ള ഒരു അധ്യാപികയായിരുന്നു. ആ അധ്യാപികയാണ്. അവരിപ്പോൾ വീട്ടിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ സ്വസ്ഥമാണ്. അങ്ങയുടെ അച്ഛൻ? എൻ്റെ അച്ഛൻ വക്കീലായിരുന്നു, അഡ്വക്കേറ്റ് EMCN നമ്പൂതിരി എന്നാണ് പറയുക. അദ്ദേഹം പട്ടാമ്പിയിലായിരുന്നു പ്രാക്ടീസ് നടത്തിയിരുന്നത്. അദ്ദേഹം നല്ല വായനയായിരുന്നു. നല്ല വായന എന്ന് പറഞ്ഞ, പക്ഷേ മലയാളം വായന 2 വർഷം മുന്നെയാണ്. അതെ, 2 വർഷം മുമ്പേ അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് കൂടുതൽ. ഇംഗ്ലീഷാണ് അദ്ദേഹത്തിന്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതെ, ലിറ്ററേച്ചർ. അമ്മ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട്, പക്ഷെ നല്ല വായനയാണ്. എന്താ പേര്? ഉമാദേവി അന്തർജനം. ഇപ്പോൾ മരിച്ചു. അച്ഛനും അമ്മയും ഒരു ദിവസത്തെ വ്യത്യാസമല്ല മരിച്ചു. നമ്മൾ പേപ്പറിൽ കണ്ടു. ആദ്യം അമ്മ മരിച്ചു സന്ധ്യയ്ക്ക്, പിന്നെ 24 മണിക്കൂറിനുള്ളിൽ പിറ്റേ ദിവസം അച്ഛനും മരിച്ചു. സഹോദരങ്ങൾ എനിക്ക്, ഞങ്ങൾ 7 പേരാണ്. ഞാൻ സപ്തസ്വരങ്ങൾ എന്ന് പറയാറുണ്ട്. ഞാൻ 2ാമത്തെ ആളാണ്. 5 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഞങ്ങൾക്ക് അച്ഛനുള്ളത്. എല്ലാവരും ഇവിടെ നമ്മുടെ ഇല്ലത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നു. പലരും അതെ അതെ, ഒരാൾ വനംവകുപ്പിലാണ് ജോലി ചെയ്യുന്നത്, അതെ, വീട് പണി നടക്കുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ലാളിത്യമുള്ള ഒരു മനുഷ്യസ്നേഹിയായ അധ്യാപകൻ, ശിഷ്യരുമായി വളരെ സംസർഗപ്പെടുന്ന ഒരു അധ്യാപകൻ, ഇപ്പോൾ മാതൃകയാക്കാവുന്ന ഒരു അധ്യാപക ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്ത ടീച്ചറും ഈ മേഖലയിലുള്ള ആളാണ്. സർഗപ്രവർത്തനങ്ങളിൽ സജീവമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹവുമായി സംവദിച്ചത്. കുറേ പറയാനുണ്ട്. സമയക്കുറവ് കാരണം മറ്റൊരു ദിവസം നമ്മൾ വീണ്ടും പ്രിയപ്പെട്ട ശ്രീ EN നാരായണൻ മാഷുമായി സംസാരിക്കും. വലിയ ഒരു ചെറിയ വർത്തമാനങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. സാറിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സാറേ? പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വായന കുറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. എല്ലാവരും മൊബൈൽ ഫോൺ അഡിക്ഷൻ അതിലകപ്പെട്ട് കഴിഞ്ഞു. പുസ്തകങ്ങളുടെ പ്രസക്തി, വായനശാലയുടെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരു മൂല്യനിരാസത്തിൻ്റെ ഒരു ഗർത്തത്തിലേക്ക് പതിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ രക്ഷിതാക്കളൊക്കെ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഷീജ എന്ന് പറയുന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഇവിടെ. CBSEയിലെ ഷീജ ടീച്ചർ എഴുതിയൊരു കഥ പഠന വിഷയമാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം
അത് എഴുതിയിരുന്നു. കുളക്കാടുള്ളൊരു ടീച്ചറാണ് ഷീജ ടീച്ചർ. അതിന് മുന്നേ തന്നെ പറഞ്ഞ കഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ശ്രീ എൻ നാരായണ മാഷ്. മൊബൈലിൻ്റെ അഡിഷൻ നമ്മുടെ കുട്ടികളെ പഠനത്തെ ബാധിക്കും. അത് ശ്രദ്ധിച്ചിട്ട് രക്ഷിതാക്കൾ അതിൽ ഇടപെടണം. അധ്യാപകർ ഉൾപ്പെടെ അതിൽ സജീവമായി ഇടപെട്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റും അല്ലേ? അതെ, അതാണ് അതിൻ്റെ ഒരു സത്യം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചതിൽ പ്രിയപ്പെട്ട ശ്രീ നാരായണ മാഷോട് ENN എന്നാ വിളിക്കുക. അങ്ങയുടെ വലിയ സ്നേഹം, നന്ദി, വലിയ നമസ്കാരം.